സിപിഐഎമ്മിന്റെ തിരക്കഥയ്ക്ക് ഒരു മറുപടി നൽകുകയാണ് രമേശ് ചെന്നിത്തല. അടുത്തത് UDF സർക്കാരാണെന്ന് ഉറപ്പിച്ച അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന എല്ലാ വിവാദങ്ങൾക്കും മറുപടി പറഞ്ഞു. നേതാക്കന്മാർ KPCC അധ്യക്ഷന്റെ ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്താണെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എല്ലാവർക്കും എത്താൻ കഴിഞ്ഞില്ല എന്നതിനർത്ഥം അതൃപ്തിയാണെന്ന് കഥയുണ്ടാക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിളിച്ച യോഗത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയൊരു മൂന്നാം ഭരണം പിണറായിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതുമാത്രവുമല്ല, കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതിയവർ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കോ എന്നുകൂടി പറഞ്ഞു. ചെന്നിത്തല പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നും പഴയതിലും ശക്തിയോടെ കോൺഗ്രസ് തിരിച്ചു വരും എന്നുകൂടി പറയുകയാണ്. കൂടാതെ CPM-ന്റെ തിരക്കഥയിൽ ജനങ്ങൾ വീണുപോകാൻ ഇടയുണ്ട്. അങ്ങനെ കണ്ണുകെട്ടിയുള്ള പിണറായി വാദങ്ങളിൽ നിങ്ങൾ വീണുപോകരുത് എന്നുകൂടി അദ്ദേഹം ഉപദേശിക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് ഇനി ഒരു ഊഴം കൂടി കൊടുക്കില്ല. ജനങ്ങൾ മടുത്തിരിക്കുന്നു. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ സർക്കാരിനെ പുറത്താക്കാൻ. കാരണം ഇതുപോലെ അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു ഗവൺമെൻറ് ഇല്ല. തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വഴിയെ നടക്കുമ്പോൾ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും മാത്രം നിയമനം കൊടുക്കുന്ന ഒരു സർക്കാരിനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്വജനപക്ഷപാതത്തിൻ്റെയും അഴിമതിയുടെയും ആൾരൂപമായി കേരളത്തിലെ LDF ഗവൺമെൻറ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. ഒരസംതൃപ്തിയില്ല. ഇതൊക്കെ മാധ്യമങ്ങൾക്ക് വേറെ വാർത്തകളില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കുന്ന മാത്രമാണ്. ഒരസംതൃപ്തി ആർക്കുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ള ധാരണ വരുത്താനുള്ള ശ്രമം ശരിയല്ല. പുതിയ നേതൃത്വം ഡൽഹിയിൽ പോയിരുന്നു. ചില ആളുകൾക്ക് കഴിഞ്ഞ യോഗത്തിലും ചില ആളുകൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം അവരുടെ അസംതൃപ്തിയൊന്നുമല്ല. അത് തെറ്റാണ്. അപ്പോൾ അത് അങ്ങനെയൊരു വാർത്ത ഉണ്ടാക്കുന്നത് ശരിയല്ല. പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പുതിയ നേതൃത്വം വന്ന ശേഷം എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. മാത്രമല്ല, കഴിഞ്ഞ രാഹുൽ ഗാന്ധി വിളിച്ച യോഗത്തിന് ശേഷം കേരളത്തിലെ പാർട്ടിക്കകത്ത് പറയത്തക്ക ഒരു അഭിപ്രായ വ്യത്യാസവും. ഇത് ബോധപൂർവമായ ഒരു CPM-ന്റെ തിരക്കഥ ആണ്. നിങ്ങൾ അതിൽ വീണു പോകരുത് എന്ന് എനിക്ക് പറയാനുണ്ട്. അങ്ങനെ അസ്വാരസ്യങ്ങളില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തീർക്കും. പക്ഷെ അത്തരത്തിൽ യാതൊരു അസ്വാരസ്യവും പൊതുവായി ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പുനഃസംഘടന കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി തിരിച്ചു വരുന്ന UDF തിരിച്ചു വരുന്ന ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇടതുമുന്നണിയെ മടുത്തിരിക്കുന്നു. ഇനിയും UDF-ന്റെ വസന്തകാലമാണ്. ആ വസന്തകാലത്തിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ പുനഃസംഘടനയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ മുന്നോട്ട് പോകും. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ മുന്നോട്ട് പോകും. ചില ആളുകൾക്ക് കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാകണമെന്നുള്ള അജണ്ടയുള്ളവരുണ്ട്. അതാരാണെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 3 ദിവസമായി ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് KPCCക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാതെ ആർക്കാണ് താല്പര്യമെന്ന്. ആ വെള്ളം അങ്ങ് വാങ്ങിയാൽ മതി. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞങ്ങളുടെ ലക്ഷ്യം UDF തിരിച്ചു വരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ പാതയിലായിരിക്കും എല്ലാ നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് പോകും. ഇപ്പോൾ നടക്കുന്ന ചർച്ച ഈ പുനഃസംഘടനയ്ക്ക് മുമ്പ് നടത്തിയിരുന്നത് ഗുണകരമായാണ്. അപ്പോൾ അതിൽ ഒരു കാര്യമില്ലേ? അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസവും പാർട്ടിക്കകത്തില്ല. എല്ലാവരും ഒരുമിച്ച്, എല്ലാ പ്രവർത്തകരും ജനങ്ങളും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. അല്ല, അതല്ല. ഇപ്പം അത്തരം അഭിപ്രായങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് UDF തിരിച്ചു വരണമെന്നാണ്. അതിനെന്താ വേണ്ടേ? കോൺഗ്രസിൽ ഐക്യമാണ്. അതിനനുസരിച്ചാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാവരുമായി സംസാരിച്ച്, രാഹുൽ ഗാന്ധി തന്നെ എല്ലാവരുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തീരുമാനത്തോടെ ഞങ്ങളെല്ലാം മുന്നോട്ട് പോകും.
ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില രാഷ്ട്രീയ താല്പര്യമുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നതിനകത്ത് ആരും വീഴരുത് എന്ന് മാത്രമേ എനിക്ക് പറയാം.